മോളെ അവൻ ഒരുപാട് കൊച്ചുഞ്ഞേ കൊച്ചുഞ്ഞേ എന്നാടാ വാസു കൊച്ചേട്ടന് ഉത്തമനും നായരും എല്ലാരും കൂടി തല്ലുന്നു. എവിടെ? കടവിലൊക്കെ. മാനം മര്യാദയ്ക്ക് കഴിയുന്ന കുടുംബത്തുകാർ തോന്നിവാദം കാണിച്ചാലുണ്ടല്ലോ. എന്താടാ അവിടെ കിടക്കട്ടെ, ആരെങ്കിലും അഴിച്ചാലുണ്ടല്ലോ. അവിടെ മോനെ ഒരു കാര്യമില്ലാതാവും പറ്റില്ല. എന്താ കൊച്ചുഞ്ഞത്? പച്ചപ്പാതരായിട്ട് കുടുംബമായിട്ട് കഴിയുന്ന വീട്ടിൽ കയറി വൃത്തികേട് കാണിച്ചിട്ട് അച്ഛനെ വിളിച്ചോണ്ട് ഗുണദോഷിച്ച് നന്നാക്കാൻ നോക്കട്ടെ. ആ നായര് പാവം അതുകൊണ്ട് ജീവനോടെ വിടുന്നു. തണ്ടയ്ക്ക് പോലെ കടുക കഷായം വെച്ചു കൊടുക്ക് ഈ വയസ്സ് കാലത്ത്. നാളെ കാലത്ത് നമുക്ക് എവിടേക്ക് താമസം മാറ്റണമെന്ന് തീരുമാനിക്കണം. കാലത്ത് എനിക്ക് അച്ഛന് ഫോൺ ചെയ്യാനാ. എവിടേക്ക് വേണമെന്ന് കൊച്ചുഞ്ഞേട്ടൻ തീരുമാനിച്ചോളൂ. പക്ഷെ കാലത്ത് പറയണം, പറഞ്ഞേ പറ്റൂ. ഇവിടെ ആരും താമസം മാറ്റുന്നില്ല. നമ്മൾ ഇവിടെ തന്നെ താമസിക്കും. നമ്മൾ എവിടെ താമസിക്കണം നിന്റെ അച്ഛനാണോ തീരുമാനിക്കുന്നത്? അച്ഛനല്ല, ഞാനാണ് തീരുമാനിക്കുന്നത് നമ്മൾ എവിടെ താമസിക്കണമെന്ന്. എവിടെയായാലും ഈ വീട്ടിലായിരിക്കില്ല, അത് ഞാൻ തീരുമാനിച്ചു. കൊച്ചിയിലേക്ക് പോയ ഉഷ തിരിച്ചു വന്ന ഈ മുറിയിൽ നിന്ന് നിങ്ങൾ ഇതുപോലെ രാത്രി സംബന്ധത്തിന് ഇറങ്ങി പോവില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനൊരു പാരമ്പര്യം ഉണ്ടല്ലോ. ആരെയാ നിങ്ങൾ എടിയെന്ന് വിളിക്കുന്നത്? നിങ്ങളുടെ ഈ ഷൗട്ടിങ്ങിലൊന്നും ഞാൻ പേടിക്കില്ല. എന്റെ നിലപാട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. നിങ്ങളുടെ അച്ഛനെ പോലെ ഒരു ആഭാസന്റെ കൂടി ഈ വീട്ടിൽ കഴിയാൻ എനിക്ക് വയ്യ. വൈശേട്ടന്റെ മകളുടെ പണക്കൊഴുപ്പ് അച്ഛനടുത്ത് കാണിക്കരുത്. ഇവിടെ താമസിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങി പോയിക്കോണം. ഈ അമ്മയെ ഓർത്ത് മോള് പോകരുത്. മോളെ, മോക്ക് അനിഷ്ടമായിട്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മോള് ക്ഷമിക്കണം. വെല്ലിച്ചൻ കാല് പിടിച്ച് പറയാ മോള് പോകരുത്. വെല്ലിച്ച വേണ്ട, പോകുന്നവര് പോട്ടെ. അങ്ങനെ കാല് പിടിച്ചും ക്ഷമയാശം നിർത്തേണ്ട കാര്യമൊന്നും. തന്നിഷ്ടത്തിന് ഒരിക്കൽ നീ പടി ഇറങ്ങിയ പിന്നെ ഈ ജന്മത്തിൽ നീ തിരിച്ചു കിടക്കുകയല്ല. ക്ഷമിക്കാവുന്നൊരു പരമാവധി ഞാൻ ക്ഷമിച്ചു. പോകാൻ തീരുമാനിച്ചെങ്കിൽ ഇറങ്ങി പോ. അരുത് മോനെ, കൊച്ചുഞ്ഞി പോകരുതെന്ന് പറ മോനെ, പോകരുതെന്ന് പറ. ഓട്ടമ്മേ, ഭാര്യമാര് ഭർത്താക്കന്മാരുടെ തലയിൽ കയറി നിരങ്ങുന്ന ഫെമിനിസ്റ്റ് സംസ്കാരം ഞാനടക്കം ഇവിടെ ആർക്കും വശമില്ല. ലോകപരിയം കുറവ്, അതുകൊണ്ടാ. അത് വശമാക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. വശമായി വന്നാൽ ആലവട്ടവും വെഞ്ഞാമരവും കൂട്ടി അവിടെ ഒന്ന് നേരെ എഴുന്നള്ളിച്ചോണ്ട് വരാം. സാരമാക്കണ്ട. കൊച്ചുഞ്ഞോടും പോയൊന്ന് വിളിച്ചേ, അംബിക അപ്പൊ കൂടെ വരും. അതെ, പക്ഷേ ഞാനത് പറഞ്ഞതാ. ആദ്യം തോന്നിയ മൂച്ചിന് കുഞ്ഞങ്ങ് പോയെന്നേ ഉള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ ഉറി പോലെങ്ങ് തിരിച്ചു വരും. ഇല്ല, അവള് വരില്ല. അവളുടെ ക്യാരക്ടർ അതാ. എല്ലാ പ്രശ്നങ്ങളും ഞാൻ മറന്നു തുടങ്ങായിരുന്നു. സ്നേഹിക്കുന്നവരെയൊക്കെ വെറുപ്പിക്കുന്ന ഒരു ജാതകമായി വേണ്ടത്. ജീവിച്ചിരിക്കാൻ ഒരു കാരണമില്ലാണ്ടായിപ്പോയ പോലെ അല്ലോടാ.
മദ്രാസുകാർ നേരത്തെ എത്തുമോ കൊച്ചുഞ്ഞ്? എത്തും. എയർപോർട്ടിലേക്ക് ആള് പോയിട്ടുണ്ട്. മൂത്തവരിയ്ക്കുമ്പോ ചിതയ്ക്ക് വെക്കാൻ പാടില്ലല്ലോ കൊച്ചേട്ടാ. ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും മന്ദർമഗത കണ്ടത്ഭുതം സംഭവം കമ്പിത പത്രഗ്രലബ്ധബിന്ദുന്തൂരെ തൽസംബന്ധിച്ചിടുന്നതിന്നശ്വരം ഭക്ത ദേഹത്ത കർമ്മണ പിന്നെയും പ്രഥമം എന്താടാ? നമ്മുടെ ഷാപ്പിലാരും തീ വെച്ചു. എന്റെ അച്ഛൻ അവസാന നേരം എഴുതി വെച്ചതാ നിനക്കായിട്ട്. ഞാൻ കാരണം നിന്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി എന്ന് എനിക്കറിയാം. ഓർക്കുക, അവസാനമായി അച്ഛന് ഒരു കാര്യം പറയാനുണ്ട്. ഇന്ദുവിന്റെ കല്യാണം നീ കേവമായിട്ട് നടത്തണം. കൊച്ചേട്ടാ, എനിക്ക് എന്റെ മോളെ കാണോടെ കമലാസനാന്നും പറഞ്ഞ് ഭജനപ്പന്തലിൽ നിന്ന് എന്നെയും വിളിച്ചോണ്ട് വരികയായിരുന്നു. എന്റെ കൺമുമ്പിലിട്ട് എനിക്ക് ഓർത്തിട്ട് സഹിച്ചില്ല കൊച്ചേട്ടാ, എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടാ ഞാൻ കൊച്ചുകുഞ്ഞെ ഞാൻ അവന്റെ ഷാപ്പിന് തീ വെച്ചു. എന്റെ വാസു കൊച്ചേട്ടനെ കൊലക്കി കൊടുത്തു. എന്റെ ഷാപ്പിന് ഞാൻ തീ വെച്ചു. ഞാനാ തീ വെച്ചത്. അത് ഞാൻ എവിടെയും പറയും. കൊന്നോട്ടെ എന്നെ. പോലീസിലും പട്ടാളത്തിലും എവിടെ വേണമെങ്കിലും പറയും ഞാൻ. അവനെ, ആ ഉത്തമനെ ഞാൻ അന്വേഷിച്ചതാ. കണ്ടിരുന്നെങ്കിൽ ഒറ്റ കുത്തിന് ഞാൻ അവനെ കൊല്ലുമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ദണ്ണുണ്ട് കുഞ്ഞെ. ഇവിടുത്തെ ഉപ്പും ചോറും തിന്നാ ഞാൻ വളർന്നേ. വാസുക്കൊച്ചേട്ടൻ എനിക്ക് എന്റെ അച്ഛനെ പോലെയാ. അവനെ, ആ ഉത്തമനെ, അവനെ ഞാൻ കൊല്ലും. അവനെ ഞാൻ കൊല്ലും. അവനെ ഞാൻ കൊല്ലും. അവനെ ഞാൻ